ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നിങ്ങനെ ഇരുന്നപ്പോഴേ ചെറിയൊരു വ്ളോഗ് എടുത്താലോ എന്നിങ്ങനെ തോന്നിപ്പോയി. അപ്പം ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ലെങ്കിലും ഇപ്പോൾ 3-4 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റൊക്കെ അത് ഉണങ്ങി കിടക്കുന്നുണ്ട്. കണ്ട നല്ല ക്ലീനായി ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കിണറൊക്കെ നിറഞ്ഞിട്ട് നല്ല ഉറവും കാര്യങ്ങളും വെള്ളം മുറ്റത്ത് കൂടെ ആകെ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ അടിച്ചപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ നല്ലോണം താന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നല്ല സുന്ദരമായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു നോക്കട്ടോ. നമ്മൾ ചോറൊക്കെ വന്നപ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട്. കറിയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ പരിപ്പ് മുരിങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ച് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങ അവിടെ ഉരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വത്തല് മീൻ കണ്ടിട്ടുള്ള ബഹളമാണ് ഇവിടെ ഈ കാണുന്നത്. എവിടെ 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 വത്തലിപ്പ് കാണിച്ചതിൻ്റെ നമ്മൾ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാം. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തൂമിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. പരിപ്പ് മുരിങ്ങി താളിച്ചത് റെഡി. ഇനി വത്തൽ മീൻ പൊരിക്കുക നല്ല എന്താ പറയുക, മുളകും പുളിയൊക്കെ കുറച്ച് അധികം ഇട്ടിട്ട് വത്തൽ മീൻ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് വറ്റിച്ചെടുത്താലും സൂപ്പറായിരിക്കും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇനി ഇതവിടെ കിടക്കാൻ തിളക്കിട്ടാ കുറച്ച് ഇതുണ്ട്. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതാകുമ്പോൾ കുറച്ച് കട്ടി കെട്ടും. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ കട്ടി കെട്ടില്ല. ഓക്കെ, ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി റെഡി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തോന്നിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. പരിപ്പ് മുരിങ്ങൻ്റെ കറി പരിപാടികൾ കഴിഞ്ഞു. ഇപ്പം ഇനി നമ്മൾ ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ. നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ പരിപ്പ് മുരിങ്ങ കറിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വത്തൽ മീനിൻ്റെ നല്ല എരിവും പുളിയൊക്കെ ഇട്ടിട്ട് വത്തൽ മീൻ വറ്റിച്ചത് കേട്ടോ. ഇതിൻ്റെ കറി ഒരു സൈഡ് ഇച്ചിരി വെച്ചെടുക്കാം. ഇത് നല്ല നാരങ്ങച്ചാറുണ്ട് കേട്ടോ. അച്ചാർ വേണ്ടവർ അറബിക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അച്ചാറിട്ട് കൊടുക്കും. ഇച്ചിരി തേങ്ങ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ കഴിക്കട്ടെ. ഇച്ചിരി ചമ്മന്തിയും അത്ര വേണ്ടി പിന്നെ മുള്ളൊന്നും കളയാനില്ലല്ലോ. അതുപോലെ ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടിയിട്ട് എടുപ്പ്. ബിസ്മില്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ എപ്പോഴും പോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനൊന്നും ആരും മറക്കരുത്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.